ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒമാനിലെ പ്രശസ്തമായ അൽ ഹസം കോട്ട കാണാൻ പോവുകയാണ്. ചരിത്രവും സംസ്കാരവും ശില്പകലയും ഒന്നായി ചേർന്ന ഈ കോട്ട ഒരിക്കൽ കാണേണ്ട ഒരു അനുഭവം തന്നെ. അൽ ഹസം കോട്ട, ഒമാൻ്റെ അഭിമാനം. 18-ാം നൂറ്റാണ്ടിൽ ഇമാം സുൽത്താൻ ബിൻ സെയ്ഫ് രണ്ടാമൻ നിർമ്മിച്ച ഈ കോട്ട ഒമാനിലെ ഇസ്ലാമിക ശില്പകലയുടെ അതുല്യ മാതൃകയാണ്. അൽ-ബത്തീന ദക്ഷിണ ഗവർണറേറ്റിലെ റുസ്താക്ക് പ്രദേശത്ത് വാദി റുസ്താക്കിൻ്റെ സമീപമുള്ള സമതല ഭൂമിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള രൂപകൽപ്പനയും വമ്പിച്ച മരവാതിലുകളും ഈ കോട്ടയുടെ പ്രത്യേകതകളാണ്. വൈകുന്നേരം 4 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രവേശന കവാടം. ഇതിൻ്റെ ഇരുഭാഗങ്ങളിലുമായി പോർച്ചുഗീസ്, സ്പാനിഷ് കാലഘട്ടങ്ങളിലെ പഴയ പീരങ്കികൾ സൂക്ഷിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് 500 പൈസയും മുതിർന്നവർക്ക് 1 റിയാലുമാണ് പ്രവേശന ഫീസ്. അങ്ങനെ പ്രധാന വാതിലിലൂടെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഇടതുഭാഗത്തായി കോട്ടയ്ക്കുള്ളിൽ എന്തൊക്കെയാണെന്നും എവിടെയൊക്കെയാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് പണ്ട് കാലത്ത് ഈന്തപ്പഴമൊക്കെ ശേഖരിക്കാൻ ഉപയോഗിച്ച ഒരു മുറിയിലേക്കാണ്. ആയിരത്തി 1996-ലാണ് ഈ കോട്ടയുടെ പുനരുദ്ധാരണം നടത്തിയത്. അനേകം കൊത്തുപണികൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ ഒരുപാട് പ്രവേശന കവാടങ്ങളും തുരങ്കങ്ങളും അറകളും ഉണ്ട്. ഇവിടെയാണ് ഇമാം സുൽത്താനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇമാംസ് ബാത്ത്. ഇവിടെ ഒരു ചെറിയ ടാങ്ക് പോലെ കാണാം. വെള്ളം ശേഖരിക്കുന്നതിനും തൊട്ടു താഴെ വെള്ളവും കാണാം. ഇവിടെയുള്ള പടികൾ പ്രത്യേകമായി നിർമ്മിച്ചതാണ്, കുതിരകൾക്ക് പോലും കയറാൻ കഴിയുന്ന രീതിയിൽ. ഇത് ആ കാലത്തെ ജീവിതശൈലിയും സാങ്കേതിക ബുദ്ധിയും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നത് അന്നത്തെ കാലത്തെ പലതരത്തിലുള്ള തോക്കുകളൊക്കെ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു മുറിയിലേക്കാണ്. അന്ന് പ്രതിരോധിക്കാനൊക്കെ ഉപയോഗിച്ച പലതരത്തിലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. പണ്ടുകാലത്തെ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെറിയൊരു എക്സിബിഷൻ പോലെ കാണാം. പണ്ടുണ്ടായിരുന്ന കല്ലുകളും ഫോസിലുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പാത്രം നോക്കിക്ക്, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അവിടുന്ന് നേരെ ഇറങ്ങിയപ്പോൾ ദാ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കാണാം. ഇത് പണിത് വെച്ചിരിക്കുന്നതാണ്. താഴേക്ക് ഒരുപാട് രഹസ്യ അറകളൊക്കെ ഉണ്ട്. ഈ താഴെ ഇരിക്കുന്ന ആളെ കണ്ടാൽ ആദ്യം ഒന്ന് ഞെട്ടിപ്പോകും. അതുപോലെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ കാണുന്ന കവാടത്തിൽ കൂടിയാണ് മുൻപോട്ട് പോയത്. വളരെ ഉയരം കൂടിയ ആൾക്കാർക്ക് ഇതിലേ പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന് ഹൈറ്റ് കുറവാണ്.
ഇവിടെയാണ് നോർത്ത് ഗൺ ടവർ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പണിംഗ് ശത്രുക്കൾക്ക് മേൽ ചൂടായ എണ്ണയും കല്ലും മറ്റും ഇടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലത്ത് ആൾക്കാരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇത് ആയുധങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ മദ്രസ കാണാം. കൂടാതെ ഇമാമിനും സോൾജിയേഴ്സിനും ഒക്കെയുള്ള പ്രത്യേകം മോസ്കുകളും കാണാം. ഈ കാണുന്നതാണ് ജിന്ന് റൂം. അവിടെ നിന്ന് ഞങ്ങൾ ഈ ചവിട്ടുപടികൾ കയറി ടെറസിലേക്കാണ് എത്തിയത്. ഈ കാണുന്നതാണ് അന്നത്തെ കാലത്ത് വെള്ളം ശേഖരിച്ചിരുന്ന ഒരു ടാങ്ക്. നല്ല മനോഹരമായ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന ഒരു ടെറസാണിത്. ഇവിടെ കുറേയധികം റൂമുകളുണ്ട്. ആദ്യം കാണുന്ന ഈ റൂമാണ് ലോങ് റൂം. പേര് പോലെ തന്നെ വളരെ വിശാലമായ ഒരു റൂമാണിത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ഗസ്റ്റ് റൂമിലേക്കാണ്. ഈ റൂമിലും കുറേയധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള പാദരക്ഷകളാണ് ഈ കാണുന്നത്. അടുത്തത് ബോയ്സ് ബെഡ്റൂമിലേക്കാണ് പോയത്. അന്ന് ഉപയോഗിച്ചിരുന്ന പെട്ടികൾ, പാത്രങ്ങൾ, അങ്ങനെ കുറേയധികം സാധനങ്ങൾ ഇവിടെയും കണ്ടു. അടുത്തത് ഇമാംസ് ബെഡ്റൂമാണ്. ഇമാമിൻ്റെ ബെഡ്റൂമിലേക്കാണ് വന്നത്. അവിടെയും ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന പാദരക്ഷകൾ, ആഭരണങ്ങൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ ഈ റൂമിലുമുണ്ട്. നെക്സ്റ്റ് റൂം ഗേൾസ് ബെഡ്റൂമാണ്. ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഈ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെയും കുറേയധികം സാധനങ്ങളുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, പാത്രങ്ങൾ, കൂടാതെ കണ്ണാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം ഒന്നും കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഈ എക്സിറ്റ് വഴിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ കോട്ടയോട് ചേർന്ന് തന്നെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു ചെറിയ തോട് പോലെയുണ്ട്. അവിടെയും കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.